നമസ്കാരം. ഇറാനെ തൊട്ടാൽ നെതന്യാഹുവിനെ തട്ടുമെന്ന് ട്രംപിനെ വിശ്വസിക്കുവാൻ കൊള്ളില്ലെന്ന് നെതന്യാഹു. ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ നീ ഒറ്റപ്പെടും, ഇനി അഥവാ തൊട്ടാൽ നിന്നെ തട്ടും. നെതന്യാഹുവിനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചിട്ടും നന്നാവാത്തത് കൊണ്ട് അന്ത്യശാസനം നൽകുകയും ഇനി തിരിച്ചടി പ്രതീക്ഷിക്കുകയും ചെയ്യാമെന്ന് പറയപ്പെടുന്ന തരത്തേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു. എന്തു നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് അമേരിക്കയും ഇസ്രായേൽ ഇറാൻ സംഘർഷം ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കടുത്ത മുന്നറിയിപ്പുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ്. ഇറാനുമായി വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുമെന്നും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. സംഘർഷം ഒഴിവാക്കാൻ ഇസ്രായേലിനെ സംയമനം പാലിക്കുവാൻ പ്രേരിപ്പിക്കണമെന്ന് മേഖലയിലെ പ്രമുഖ രാജ്യങ്ങൾ അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നെതന്യാഹുവുമായി നടത്തിയ നിർണായക ചർച്ചയിലാണ് ട്രംപ് നിലപാട് കടുപ്പിച്ചത്. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വളരെ വേഗം നിങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടു പോകും. ഈ മുന്നറിയിപ്പ് വളരെ കൃത്യമായി ട്രംപ് നൽകുന്നുണ്ട്. പക്ഷേ അത് വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും നെതന്യാഹു തയ്യാറല്ല. ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതികളെ അവസാന നിമിഷം താൻ ഇടപെട്ടാണ് നിയന്ത്രിച്ചത് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇസ്രായേലിന്റെ പലപ്പോഴുമുള്ള ആക്രമണങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് പോലും ട്രംപിന് മനസ്സിലാകുന്നില്ല. ഇറാനുമായുള്ള ആണവ കരാറിലേക്ക് മടങ്ങാൻ താൻ തയ്യാറാണ് എന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഇറാനിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അത്ര ശുഭകരമല്ല. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ല എന്നാണ് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഗാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടതും തുടർന്നുള്ള ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളും മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിന് ഒടുവിൽ ഇറാനിലെ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം ലോകരാഷ്ട്രങ്ങളെ മുൾമുനയിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ പറയുന്ന പോലെ മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ യുദ്ധം അവസാനിപ്പിക്കുകയോ ചെയ്യാൻ ഇസ്രായേലിനാകില്ല. ഇസ്രായേൽ പറയുന്ന ഒരൊറ്റ കാര്യം, അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ട്രംപ് പിന്മാറിയേക്കാം. ഇപ്പോൾ ഈ ഇസ്രായേലിനെയും നെതന്യാഹുവിനെയൊക്കെ വലിയ ഉപദേശങ്ങൾ നടത്തുന്നത് കൊണ്ട്, അമേരിക്കയും ട്രംപും ഒക്കെ ഉപദേശം കൊടുക്കുന്നതുകൊണ്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് നെതന്യാഹുവിനും ഇസ്രായേലിനും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ തീവ്രമായിട്ടുള്ള ഇടപെടലുകളെ തുടർന്ന് നിലവിൽ വെടിനിർത്തലിന് ധാരണയായെങ്കിലും സാഹചര്യം ഇപ്പോഴും വഷളാണ്. ഭാവിയിൽ ഇറാൻ പ്രകോപനം തുടർന്നാൽ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ആണവ കരാറിലൂടെ സംഘർഷം തണുപ്പിക്കുവാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളും ട്രംപിന്റെ നയതന്ത്ര ഇടപെടലുകളും മധ്യേഷ്യൻ രാഷ്ട്രീയത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. അമേരിക്കയുടെ ഉപദേശങ്ങൾ നെതന്യാഹു എത്രത്തോളം മുഖവിലേക്ക് എടുക്കുമെന്നതിലാണ് ഇനി എല്ലാ കണ്ണുകൾ. മേഖലയിലെ സമാധാനം നിലനിർത്തുവാൻ വൻ ശക്തികൾ നടത്തുന്ന ഈ കളികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിവെക്കും എന്ന് ഉറപ്പാണ്. ഇറാനെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കുന്ന സാഹചര്യം ഇനിയും നെതന്യാഹു ഉണ്ടാക്കുകയാണ് എങ്കിൽ നെതന്യാഹുവിനെ തട്ടിക്കളയുക എന്നുള്ള തലത്തിലേക്ക് ട്രംപ് എത്തിച്ചേർന്നു. ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നെതന്യാഹു പറയുന്നതിന്റെ കാരണങ്ങൾ ഇത് തന്നെയാണ്. ഇറാൻ ആക്രമണം എന്ന് പറയപ്പെടുന്ന അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നേടിയെടുത്തതാണ്. പക്ഷെ ഇപ്പോ ഇറാന്റെ ആക്രമണങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ മാത്രം ആക്രമണം നടത്തുകയും സമാധാന ചർച്ചയിലേക്ക് അമേരിക്ക എത്തുകയും ചെയ്യപ്പെടുമ്പോൾ അമേരിക്ക ആദ്യം തുടങ്ങി വെച്ച യുദ്ധം ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നല്ലാതെ ഇറാനുമായി ഇപ്പോൾ യുദ്ധം ചെയ്യാൻ അമേരിക്ക തയ്യാറാകാത്ത സാഹചര്യത്തെ ട്രംപിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു വെക്കാനാണ് നെതന്യാഹുവും ഇസ്രായേലും തയ്യാറാകുന്നത് എന്നുള്ളതാണ്.